നമ്മൾ വിശുദ്ധബലി അർപ്പിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. രണ്ട് കാര്യങ്ങൾ ആമുഖമായിട്ട് നമ്മളുടെ സമയം ഒരിച്ചിരി പുനഃക്രമീകരിക്കപ്പെട്ടതാണ്. ബഹുമാനപ്പെട്ട ജോൺസൺ അച്ഛന് ഇന്നത്തെ ഔദ്യോഗികമായിട്ടുള്ള ബലിയർപ്പിക്കുവാനായിട്ട് എത്തേണ്ടതായിരുന്നു. അച്ഛന് അസൗകര്യം വന്നതുകൊണ്ട് പെട്ടെന്നൊരു ക്രമീകരണം ചെയ്യേണ്ടി വന്നതാണ്. എനിക്ക് 6 മണിക്ക് എൻ്റെ പള്ളിയിൽ ഇടവ പള്ളിയിൽ കുർബാനയുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഇടയ്ക്ക് കയറേണ്ടി വന്നത്. നമുക്ക് വേറെ സാധ്യതയില്ലാഞ്ഞുകൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാകും. നമ്മുടെ ഈ സെഷൻ ഒന്നുമില്ലാത്ത ഇടയിൽ മുറിക്കേണ്ടി വന്നതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, ഞാൻ അരമനയിലൊരു മീറ്റിങ്ങിലായിരുന്നു. ഔദ്യോഗികമായിട്ടൊരു മീറ്റിംഗ് കഴിഞ്ഞ് 4:30 ഇവിടെ എത്താമെന്നുള്ള ധാരണയിലാണ്. 4:35 ഗ്രൗണ്ടിലെത്തിയപ്പോൾ നമ്മൾ ഇനി 45 മിനിറ്റ് സമയമാണ് നമുക്കുള്ളത്. നമ്മൾ ഇടയ്ക്ക് പ്രസംഗമൊന്നും പറയുന്നില്ല, കാരണം നമ്മുടെ സെഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് സമൃദ്ധമായൊരു ജീവിതം. നമ്മുടെ 2 വൈദിക സഹോദരങ്ങൾ കൂടെയുണ്ട്. നമ്മളിവിടെ എറണാകുളം കുമാലി അതിരൂപതയുടെ കൂട്ടായ്മയിൽ ചിലരുടെയെങ്കിലും മനസ്സിന് ഒരു സംശയം ഉണ്ടാകാം. ജനാർദ്ദന കുർബാന അനുവദനീയമാണ്, സഭ ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞൊരു കാര്യമാണ്. ഞായറാഴ്ച ഒരു കുർബാന ഇടവക പള്ളികളിൽ ചെല്ലുക എന്നുള്ളതാണ് അതിരൂപതയിലുണ്ടായേക്കണ നല്ല ധാരണ. ആ ധാരണ നമ്മുടെ മുഴുവൻ മനസ്സോടെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ കേരളത്തിലെ എല്ലാ പള്ളികളിലും കുർബാന അർപ്പിച്ചിട്ടുള്ള ഒരു വൈദികനാണ്. അർപ്പിക്കാനായിട്ട് ഇടയാവുന്ന ഒരു സാധാരണ വൈദികനാണ്. അപ്പം അതുകൊണ്ട് അതിനെക്കുറിച്ച് ആരും ആശങ്കപ്പെട്ട് ആകുലപ്പെട്ട് വെപ്രാളപ്പെട്ട് ഇതുമല്ല ഇല്ലിസിറ്റ് മാസം അങ്ങനെ ഒരു ഇല്ലിസിറ്റ് എന്നുള്ള പദപ്രയോഗമൊക്കെ പിൻവലിച്ചു കേട്ടോ. അപ്പൊ അങ്ങനെയൊന്നും സഭയിലില്ല. ഇവിടെ ഇരുന്ന് ഇതിന്റെ ഇടയിൽ അസ്വസ്ഥപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ കൃത്യമായിട്ട് ഇത് പറയുന്നത്. എറണാകുളം കുമാലി അതിരൂപതയിൽ ഉണ്ടായേക്കണ നല്ല ധാരണ, അത് അതിരൂപതയുടെ ഉത്തരവാദിത്വമുള്ള പാമ്പ്ലാനി പിതാവും അതോടൊപ്പം തന്നെ അതിരൂപതയുടെ അധ്യക്ഷനായിട്ടുള്ള മേജർ ആർച്ച് ബിഷപ്പ് തന്നെയായ റാഫേൽ തട്ടി പിതാവും അംഗീകരിച്ച് സഭ ആകമാനം ഉൾക്കൊണ്ടിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അതിരൂപതയുടെ അതിർത്തിക്കുള്ളിൽ ജനാർദ്ദന കുർബാന ഞായറാഴ്ച ഒരു കുർബാന അർപ്പിക്കാനിടയാവുന്ന ഇടവകയുടെ അതിർത്തിയിലുള്ളിൽ അനുവദനീയമാണ്. മനസ്സിലായല്ലോ? അപ്പൊ അതിനെക്കുറിച്ച് ആകുലതയും വ്യാകുലതയൊന്നും വേണ്ട. നമ്മൾ വിവിധ റീത്തുകളിൽ നിന്നുള്ളവരുണ്ട്, വിവിധ രൂപതകളിൽ നിന്നുള്ളവരുണ്ട്. നമ്മൾ ഒരുമിച്ച് ഈ ബലി അർപ്പിക്കുമ്പോഴാണ് നമ്മുടെ പ്രത്യേക നിയോഗങ്ങൾ, പ്രത്യേകിച്ചും ഈ 5 ദിവസങ്ങൾ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഒരു പുത്തൻ അഭിഷേകം സ്വീകരിച്ച് വലുതാന ഫല സമൃദ്ധമായ ഒരു ജീവിതം നയിക്കാനുള്ള ആഗ്രഹത്തോടെ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് തുറന്ന മനസ്സോടെ കർത്താവിന്റെ പക്കലേക്ക് കൊണ്ടുവരാം. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിക്കാൻ നമുക്ക് ഒരുമിച്ച് വരാൻ കർത്താവ് ഇടയാക്കുന്നു. എമ്മാവൂസ് കേരള കത്തോലിക്ക കരിസ്മാറ്റി നവീകരണത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിക്കാനാകുന്ന കാലഘട്ടത്തിൽ ഇതാ ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ തോമസ് മോളിനോട് ചേർന്ന് ധ്യാനത്തിൽ പങ്കുചേരുന്ന സകലരെയും ചേർത്ത് വെച്ചുകൊണ്ട് ഈ വിശുദ്ധ നിമിഷങ്ങളിൽ ഞങ്ങൾ തന്നെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ
സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശനു സ്തുതിഗീതം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉയർത്തണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗ്ഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോടും ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ ലോകത്തിൽ വീഴാനിടയാകരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ പുത്രനായ മിശിഹായുടെ മനുഷ്യാവതാരം വഴി രക്ഷാവാഗ്ദാനം പൂർത്തിയാക്കി അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. മിശിഹായിൽ ഞങ്ങളെ അങ്ങുമായി രമ്യതപ്പെടുത്തി ദൈവപുത്ര സ്ഥാനത്തിന് അർഹരാക്കി അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യവംശത്തിന്റെ നവീകരണത്തിനും രക്ഷയ്ക്കും വേണ്ടി ഈ വിശുദ്ധ കുർബാന യോഗ്യതയോടെ അർപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ നീക്കും. കർത്താവേ മമ രാജാവേ, പാടും നിൻപുകളെന്നും ഞാൻ. സകലേശാമിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. മഹിമയ്ക്കളവിൽ അറിവോ ഞാൻ തലമുറ തലമുറയോടെന്നും വിവരിക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. നിത്യമഹോന്നത
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. മിശിഹ സഹോദരനെ അനുഗ്രഹിക്കട്ടെ. സിംഹാസനത്തിന്റെ വലതു കൈയിൽ അകത്തും പുറത്തും എഴുതപ്പെട്ടതും പ്രസിദ്ധമായ ഒരു പുസ്തകം ഞാൻ കണ്ടു. അവൻ ഉച്ചസ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ഈ ചൂട് നിവർത്താൻ അതിന്റെ മുദ്രകൾ പൊട്ടിക്കാൻ അർഹതയുള്ള ആളുണ്ട്. എന്നാൽ സ്വർഗത്തിലോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ ഉള്ള ആർക്കും ഈ ചുരുൾ നിവർത്താനോ അതിലേക്ക് നോക്കാനോ കഴിയില്ല. ചുരുൾ നിവർത്താനോ അതിലേക്ക് നോക്കാനോ യോഗ്യനായി ആരെയും കണ്ടെത്താത്തതിനാൽ ഞാൻ വളരെയേറെ കരഞ്ഞു. അപ്പോൾ ശ്രേഷ്ഠന്മാർ വരാൻ എന്നോട് പറഞ്ഞു, കരയാതിരിക്കൂ, ഇതാ യൂദാവംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിന്റെ പേരുമായും വിജയിച്ചിരിക്കുന്നു. അവന് ചുരുൾ നിവർത്താനും സപ്തമുദ്രകൾ പൊട്ടിക്കാനും കഴിയുന്നു. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 1 39 മുതൽ 45 വരെയുള്ള തിരുവചനങ്ങളാണ്. ഇന്നത്തെ ഔദ്യോഗികമായ സുവിശേഷ ഭാഗമാണ് നാം കേൾക്കുവാൻ പോകുന്നത്. പരിശുദ്ധാത്മാവ് നിറഞ്ഞ പരിശുദ്ധ അമ്മ തിടുക്കത്തിൽ
ഇറങ്ങിപ്പുറപ്പെടുന്നതും സക്കറിയായുടെ വീട്ടിൽ പ്രവേശിക്കുന്നതും എലിസബത്തിനെ അഭിവാദനം ചെയ്യുന്നതും ആ അഭിവാദനത്തിന്റെ അനുഭവത്തിൽ എലിസബത്തിന്റെ ഉദരത്തിൽ ഉരുവാക്കപ്പെട്ടിരുന്ന ശിശു കുതിച്ചു ചാടുന്നതും തുടർന്ന് പരിശുദ്ധാത്മാവ് നിറഞ്ഞ അനുഭവത്തിൽ അവർ പരസ്പരം പങ്കുവയ്ക്കുന്ന ആ ദിവ്യാഭിഷേകത്തിന്റെ മുഹൂർത്തങ്ങളും ഒക്കെ നാം ശ്രവിക്കുകയാണ്. പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളുടെ അഭിഷേകം ഉജ്ജ്വലമാക്കുവാനായി ഈ 5 ദിവസങ്ങൾ നിങ്ങൾ മാറ്റിവെക്കുമ്പോൾ ഈ സുവിശേഷ ഭാഗം നമുക്ക് വളരെ പ്രത്യേകമായിട്ട് ഈ ധ്യാനത്തിന്റെ ഒരു ഓറിയന്റേഷനും കൂടെ തരികയാണ്. പരിശുദ്ധാത്മാവ് നിറയുന്ന മനുഷ്യരിലുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, അവർ കടന്നു ചെല്ലുന്ന ഇടങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അവർ കടന്നു ചെല്ലുന്ന ഇടങ്ങളിലുണ്ടാകുന്ന ചലനങ്ങൾ, അവരുടെ സാന്നിധ്യം ആ സഭയ്ക്കും സമൂഹത്തിനും നാടിനും കുടുംബത്തിനും ഒക്കെ എന്തുമാത്രം അനുഗ്രഹപ്രദമായി തീരുമെന്നുള്ള വലിയ സത്യമെല്ലാം വെളിവാക്കപ്പെടുന്ന ഈ വചനഭാഗം നമ്മുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കട്ടെ. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്കോ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്കറിയായുടെ വീട്ടിൽ പ്രവേശിച്ചോ എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിന്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിന്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീതം. എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്നാണ്? ഇതാ നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുൾ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതിയും. നമുക്കെല്ലാവർക്കും സന്തോഷവും പ്രതീക്ഷകളും വേണമെന്ന് കർത്താവായ യേശുവായി എഴുന്നള്ളുകയും പ്രാർത്ഥിക്കാം. ആദ്യത്തെ പാപമൂലം അപ്രസ മനുഷ്യർക്ക് രക്ഷകനായി വാഗ്ദാനം ചെയ്ത യേശുവായി ഞങ്ങൾ പാപമോചനം രക്ഷയും നൽകുവാൻ പൂർവ്വപിതാക്കന്മാർ അപ്രത്യാശയോടെ പ്രാർത്ഥിക്കുന്ന യേശുവായി കൃപാവരങ്ങൾ നൽകി തിരുസഭയെ ധന്യമാക്കുവാൻ എഴുന്നള്ളുവരണമേ. മനുഷ്യാവതാരം വഴി ഞങ്ങളുടെ നിത്യപ്രവൃത്തിനായി ഞങ്ങളുടെ പരിശുദ്ധാവ് ഭാഗ്യോദ്ഭവയെയും ഞങ്ങളുടെ സഭാധ്യക്ഷപിതാവുമായ ശ്രേഷ്ഠപുത്രപോലത്തെയും മെത്രാന്മാരെയും മറ്റെല്ലാ വിദ്വാൻമാരെയും ആത്മീയ നന്മ നൽകി അനുഗ്രഹിക്കുമെന്ന് എഴുന്നള്ളുവരണമേ. ജനപദങ്ങളുടെ കർത്താവും സമാധാനത്തിന്റെ രാജാവുമായ യേശുവേ, സമസ്ത ലോകത്തിനും വിശിഷ്യ ഞങ്ങളുടെ മാതൃകത്തിനും ഇതിന്റെ ശാന്തി സമാധാനവും നൽകുവാൻ എഴുന്നള്ളുവരണമേ. ലോകത്തിന്റെ പ്രകാശവും മനുഷ്യവർഗത്തിന്റെ പിന്നാത്മായ ഈശ്വരേ, സകല ജനങ്ങളെയും പ്രത്യേകിച്ച് ഭാരതത്തിലെ ഞങ്ങളുടെ എല്ലാ സഹോദരങ്ങളെയും സുവിശേഷ ദീപ്തിയാൽ പ്രകാശിക്കുവാൻ എഴുന്നള്ളുവരണമേ. മനുഷ്യാവതാരം വഴി മനുഷ്യവംശത്തെ മഹത്വം ഈശ്വരേ, ഞങ്ങളുടെ കുടുംബങ്ങളെ ദിവ്യ സ്നേഹ സൈന്യത്താൽ ധന്യമാക്കുവാൻ എഴുന്നള്ളുവരണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. കർത്താവായ മിശിഹായെ, തികഞ്ഞ പ്രത്യാശയോടെ അങ്ങയുടെ പിറവി തിരുനാളിന് ഒരുങ്ങുന്ന ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. അങ്ങയ്ക്ക് പ്രിയങ്കരമായവ മാത്രം ചെയ്യുവാനും പുണ്യപ്രവൃത്തികളിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസമുദ്രത്തിൽ നമ്മുടെ പാപങ്ങളുടെ കറ കഴുകിക്കളയട്ടെ. അങ്ങയുടെ ആരാധ്യമായ ത്രിത്വത്തെ എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തുതിക്കും. നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പിതാവായ ദൈവമേ, ഈ അപ്പത്തോടും മിഞ്ഞിനോടൊപ്പം ഞങ്ങൾ ഓരോരുത്തരെയും തിരുസന്നിധിയെ സമർപ്പിക്കുക.
അങ്ങ് ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ ഞങ്ങളിൽ സാധ്യമാകട്ടെ. അങ്ങയുടെ ആത്മാവിനാൽ നിറഞ്ഞു ഞങ്ങളും ഇറങ്ങിച്ചെല്ലുന്നവരാകട്ടെ, തിടുക്കമുള്ളവരാകട്ടെ. കടന്നു ചെല്ലുന്ന ഇടങ്ങളിലൊക്കെ അങ്ങയുടെ ആത്മാവ് തരുന്ന അഭിഷേകത്തിൽ ഞങ്ങളുടെ സാന്നിധ്യം, അനുഗ്രഹവും ചലനങ്ങളും സാധ്യമാക്കട്ടെ. കർത്താവായ ദൈവമേ, ഈ വിശുദ്ധ മണിക്കൂറിൽ ഒരുമിച്ചായിരിക്കുവാൻ ഭാഗ്യം കിട്ടിയ ഈ സമൂഹത്തോട് ചേർന്ന ഈ ധ്യാനത്തിൻ്റെ എല്ലാ നിയോഗങ്ങളെയും തിരുക്കരങ്ങളിലേക്ക് തരുന്നു. സ്വീകരിച്ചാലും അനുഗ്രഹിച്ചാലും അഭിഷേചിച്ചാലും ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യാമറിയത്തിന്റെയും നീതിമാനായ മാറിയ പിതാവിന്റെ സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഘോഷിക്കട്ടെ. നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മയോടുകൂടെ വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെ സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ചെറിയവരും വലിയവരും നിന്റെ സുദീർഘമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോടെ എത്തിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാം നിദ്ര ചെയ്യുന്നു. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ സഹോദരനെ ശക്തനാക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ശരീരങ്ങളാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ സൃഷ്ടികളായും പാപികളുമായ യോഗ്യരാക്കി അങ്ങയുടെ ജനമായ ജനങ്ങളുടെ കടന്നുകൊണ്ട് പാപം പോലും കർത്താവേ ആശീർവദിക്കണമേ. സഹോദരരെ, ഈ കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുവിൻ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിക്കുന്ന സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളാകുന്ന ദിവ്യ രഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരകത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് എത്തി നിശബ്ദരായി ഏകാഗ്രതയോടെ ഭക്തിയോടുകൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ.
സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ അധരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്നും പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അവരുടെ സകലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മലകമാരുടെ 10,000 മഹോന്നതനായ അങ്ങയെ കുമ്പിട്ടാരാധിക്കുന്നു. അഗ്നിമയന്മാരും അരുവികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരുവികളുമായ ക്രോവന്മാരോടും സാധ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഉയർന്ന സ്വരത്തിൽ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ട് അവർ ഒന്ന് ചേർന്ന് ഉദ്ഘോഷിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, സ്വർഗ്ഗജനങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരും ബലഹീനരും ആകുലരുമായ ഈ ദാസർ അവർക്ക് നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തന്റെ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാണ്. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്തു കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകും. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തതോ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്തു. കർത്താവെ, നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അങ്ങയുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ അങ്ങ് ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചുപോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു.
പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി. ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ അങ്ങയുടെ സമർത്ഥമായ അനുഗ്രഹത്താൽ അങ്ങ് മഹത്വമണിയിക്കുകയും ചെയ്തു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേയ്ക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവേ, ശക്തനായ ദൈവമേ, സാർവത്രിക സഭയുടെ പിതാവും തലവനുമായ ലയോ 14 പാപ്പയ്ക്കും എന്റെ തിരുപതിയുടെയും സഭയുടെയും പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ്മാർ റാഫേൽ മെത്രാപ്പൊലീത്തയ്ക്കും മെത്രാപ്പൊലീത്ത വികാരിമാർ ജോസഫ് മെത്രാപ്പൊലീത്തയ്ക്കും എന്റെ മറ്റെല്ലാ മെത്രാപ്പൊലീത്തമാരും മെത്രാന്മാർക്കും പുരോഹിതന്മാർ, സന്യാസികൾ, വൈദികാർത്ഥികൾ, സന്യാസാർത്ഥികൾ, ആത്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്കും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവന് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങയുടെ സന്നിധിയിൽ പ്രതിദിനമാവിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടി, ഞങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശപുരം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിന് വേണ്ടിയും വളരെ പ്രത്യേകമായി കർത്താവ് ഈ ശുശ്രൂഷകൾ നയിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ തോമസ് പോളിന് വേണ്ടിയും ടീമംഗങ്ങൾക്ക് വേണ്ടിയും ഇവിടെ ആയിരിക്കുന്ന ഈ വലിയ സഹോദരങ്ങളോട് ചേർന്ന് അയോഗ്യനും ബലഹീനമായ ദാസന് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധവുമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനവും ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായ യേശുമിശിഹായെ അങ്ങ് അയച്ചുവെന്നും ഭൂവാസികൾ എല്ലാവരും അറിയട്ടെ. എന്റെ കർത്താവും ദൈവമായ മിശിഹാവെന്ന ജീവദായകമായ സുവിശേഷം വഴി വിശുദ്ധ മാമോദീസായുടെ സജീവവും ജീവദായകമടയാളത്താൽ മുദ്രിതരും പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും വേണ്ടിയുള്ള നൈർമല്യവും വിശുദ്ധിയും ഞങ്ങളെ പഠിപ്പിച്ചുവെന്നും എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവേ, ഞാൻ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിന്റെയും മരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഉത്ഥാനത്തിന്റെയും മഹനീയവും ഭയഭക്തിജനവും പരിശുദ്ധവും ജീവദായകവും ദൈവീകവുമായ ദിവസത്തെ സന്തോഷത്തെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വന്നു അങ്ങ് ദാസരുടെ കുർബാനയിൽ അവിടുന്ന് ആവസിച്ചതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഞങ്ങൾക്ക് കടങ്ങളുടെ പ്രതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചോടേക്കുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ചു സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെ കുറിച്ച് അങ്ങ് ഞങ്ങൾ നിരന്തരം പ്രവർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ അമൂല്യ രക്തത്താൽ രക്ഷീപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നെങ്കിലും സുഖവും പരിശുദ്ധവും ജീവിതാന്ത്യവുമായ ദിവസങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായെ, അങ്ങയുടെ തിരുനാമത്തിന്റെ സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിറങ്ങിയത് ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകും. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം
ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശ്വരൻ നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകനെ അമൂല്യമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയാദരവോടെ സമർപ്പിക്കാം. അനുതാപത്തിൽ നിന്ന് ഉളവാകുന്ന ശരണത്തോടെ അപരാധത്തിൽ നിന്ന് പിരിക്കുന്നതും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തലം ഒന്നുകൂടെ 3 പേർക്കൂടെ കൊടുക്കായിരുന്നു കുർബാനയ്ക്ക് ഇല്ല. നമ്മുടെ ആത്മാവിനെ വിമുക്തമാക്കാം. മനസ്സിലിരിക്കുകയും പരിശുദ്ധാത്മാവിനെ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടെ ഐക്യത്തോടും കൂടി ഇതിലേക്ക് പങ്കുകൊള്ളാം. കർത്താവെ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളിൽ എടുക്കണം, ആത്മാക്കളെ രക്ഷിക്കും കാരണമാകട്ടെ. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവം, ഈ കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങയെ വിളിച്ച പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് അവന്റെ സൈന്യങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുന്നു. നമ്മൾ ജീവിപ്പിക്കുന്ന കർത്താവിന്റെ കൃപാവനം അവിടുത്തെ കാരുണ്യത്താൽ നമ്മളെല്ലാവരിലും സമ്പൂർണ്ണമാകപ്പെടട്ടെ. കർത്താവേ, നിന്റെ ശരീരവും രക്തവും നീ ഞങ്ങൾക്ക് ഭക്ഷണമായി നൽകി, നിന്റെ രാജ്യത്തിലേക്ക് നീ ഞങ്ങളെ ക്ഷണിക്കുകയും ചെയ്തു. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ. ഈശോയെ നന്ദി. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവൻ നൽകട്ടെ.
മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവനും. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവനും. മിശിഹായുടെ ശരീരവും രക്തവും. മിശിഹായുടെ ശരീരവും രക്തവും. മിശിഹായുടെ ശരീരവും രക്തവും. മിശിഹായുടെ ശരീരവും രക്തവും. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവനും. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവനും. മിശിഹായുടെ ശരീരവും രക്തവും. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവനും. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവനും. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവനും. മിശിഹായുടെ ശരീരവും രക്തവും നിത്യജീവനും. മിശിഹായുടെ ശരീരവും രക്തവും. മിശിഹായുടെ ശരീരവും. മിശിഹായുടെ ശരീരവും രക്തവും. മിശിഹായുടെ ശരീരവും. മിശിഹായുടെ ശരീരവും രക്തവും. മിശിഹായുടെ ശരീരം. മിശിഹായുടെ ശരീരം. മിശിഹായുടെ ശരീരം. മിശിഹായുടെ ശരീരം. മിശിഹായുടെ ശരീരവും രക്തവും. മിശിഹായുടെ ശരീരം. 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 കർത്താവായ ദൈവമേ, സുദൃഢവും പരിശുദ്ധവും ജീവവായുവും ദൈവീകവുമായ രഹസ്യങ്ങളിൽ പങ്കുചേരുവാൻ അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങളെ യോഗ്യരാക്കി. ആരാധ്യമായ ദാനത്തെക്കുറിച്ച് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ നയിക്കും. ലോകരക്ഷകനായ മിശിഹായെ ഞങ്ങളെ ദൈവമക്കളാക്കുവാനും പാപാന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിന്റെ പാതയിലേക്ക് നയിക്കുവാനും തിരുമനസ്സായ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. വിശുദ്ധ അങ്ങയെ സ്വീകരിച്ച് ഞങ്ങൾ സത്യത്തിലും സ്നേഹത്തിലും വ്യാപരിച്ച ലോകത്തിന്റെ പ്രകാശവും ഭൂമിയുടെ ഉപ്പുമായി തീരുവാൻ കൃപ നൽകണമേ.
സകലത്തിന്റെയും നാഥായ നീക്കും. കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് ബലിയർപ്പിക്കുവാൻ നമുക്ക് ഭാഗ്യം കിട്ടിയിരിക്കുകയാണ്. പ്രിയപ്പെട്ട ഈ വലിയ സഹോദരങ്ങളോട് ചേർന്ന ഈ ധ്യാനത്തിൽ പങ്കുചേരുന്ന സമർപ്പിതരോടും വിശ്വാസ സമൂഹത്തിലെ മുഴുവൻ സഹോദരി സഹോദരങ്ങളോടും ചേർന്ന് ഈ ബലിയർപ്പിക്കുവാൻ കർത്താവെ അയോഗ്യനും ബലഹീനമായ ഈ ദാസനെയും അങ്ങ് കൂട്ടിക്കൊണ്ടുവന്നല്ലോ. ഈ വരുന്ന ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും, ഇവിടെ പങ്കുവയ്ക്കപ്പെടുന്ന അങ്ങയുടെ തിരുവചനങ്ങളെയും, ഇവിടെ നടത്തപ്പെടുന്ന എല്ലാ അഭിഷേക ശുശ്രൂഷകളെയും അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങൾ ഓരോരുത്തരിലും വലിയ ചലനങ്ങൾ വരുത്തട്ടെ. പരിശുദ്ധ അമ്മയെ പോലെ ഞങ്ങൾ അങ്ങയോട് ഇതാ കർത്താവെ അങ്ങയുടെ ദാസൻ ദാസി എന്ന് പ്രത്യുദ്ധരിക്കട്ടെ. അങ്ങയുടെ വചനം ഞങ്ങളിൽ നിറയട്ടെ. അങ്ങയുടെ ആത്മാവിനാൽ നിറഞ്ഞു ഞങ്ങളും പരിശുദ്ധ അമ്മയെ പോലെ ഇറങ്ങിച്ചെല്ലട്ടെ, ഇടപെടട്ടെ. അതിനാവശ്യമായ എല്ലാ കൃപാസമൃദ്ധിയും വരദാന ഫലങ്ങളുടെ പുത്തൻ അഭിഷേകവും നൽകുവാൻ തിരുമനസ്സാകണമേ. ലോകരക്ഷയ്ക്കായി മനുഷ്യാവതാരം ചെയ്ത നമ്മുടെ കർത്താവിന്റെ നാമം എന്നും വാഴ്ത്തപ്പെട്ടതാകട്ടെ. ദൈവത്തിന്റെ ജനമേ, രക്ഷയുടെ ദിവസം സമാഗതമാകുമ്പോൾ രക്ഷകനെ സ്വീകരിക്കുവാൻ നാം യോഗ്യരാകട്ടെ. തിരുവചനം ശ്രവിക്കുകയും തിരുശരീര രക്തങ്ങൾ സ്വീകരിക്കുകയും ചെയ്ത് നമ്മെ അവിടുന്ന് മഹത്വമണിയിക്കട്ടെ. കർത്താവിന്റെ കുരിശിന്റെ സജീവമായ അടയാളത്താൽ നാം എല്ലാവരും മുദ്രിതരും രഹസ്യവും പരസ്യവുമായ എല്ലാ വിപത്തുകളിൽ നിന്ന് സംരക്ഷിതരാകുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്തുതി, സ്തുതി. നമുക്ക് വേണ്ടി ഈ പരിശുദ്ധമായ ദിവ്യബലി അർപ്പിക്കുവാൻ വന്ന നമ്മുടെ പ്രിയപ്പെട്ട കോർഡിനേറ്ററും ഇപ്പോൾ ത്രൈലോക ദേവാലയം വിദ്യാലയത്തിനായിരിക്കും നമ്മുടെ താങ്കൾ വിജയത്തിന്റെ പ്രത്യേകം നന്ദി പറയുകയാണ്. ഒന്ന് വിളിച്ചാൽ മതി നമ്മളോടുള്ള സ്നേഹത്താൽ ഇവിടെ ഓടിയെത്തുന്ന ആ തിരക്കുകളെല്ലാം മാറ്റിക്കൊണ്ട് നമ്മളോടൊപ്പം ആയിരിക്കുവാൻ വന്ന അച്ഛനെ ഹൃദയത്തെ നന്ദി അർപ്പിക്കുകയാണ്. അച്ഛന്റെ പൗരോഹിത്യ ജീവിതം കൂടുതൽ അഭിഷേകം ഉണ്ടാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. 6 മണിക്ക് അച്ഛന് വീണ്ടും ദിവ്യബലി അവിടെ അർപ്പിക്കുവാനുണ്ട്. ഇപ്പോൾ തന്നെ ഓടുവച്ച് അത്രയും തീക്ഷ്ണതയോടെയാണ് ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്യുന്നത്. അച്ഛന്റെ എല്ലാ പൗരോഹിത്യ ജീവിതത്തിലും ഇത്രയും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹം ഉണ്ടാവാൻ സമർപ്പിച്ചു സ്തുതിക്കാം. പരിശുദ്ധാത്മാവിനാൽ ജ്വലിക്കുന്നതിന് നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഈ ആത്മാവിന്റെ ജ്വലനത്തെ നമുക്ക് ജ്വലിപ്പിച്ച് കാണാം. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, ഹൃദയത്തിൽ ആത്മാവേ നിറയണമേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ, ഹൃദയത്തിൽ ആത്മാവേ നിറയണമേ, ജീവജലത്തിൻ നന്മയായി നിറഞ്ഞു നൽകണമേ, ജീവജലത്തിൻ നന്മയായി നിറഞ്ഞു നൽകണമേ, സ്നേഹാത്മികാലയാൽ എന്നിൽ കത്തി പകരണമേ, സ്നേഹാത്മികാലയാൽ എന്നിൽ കത്തി പകരണമേ, ജീവജലത്തിൻ അരുവിയാൽ നിറഞ്ഞു നൽകണമേ, ജീവജലത്തിൻ അരുവിയാൽ
നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ സ്നേഹാഗ്നിജ്വാലയ എന്നിൽ കത്തിപ്പടരണമേ സ്നേഹാഗ്നിജ്വാലയ എന്നിൽ കത്തിപ്പടരണമേ ജീവജലത്തിൽ അരുളിയാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ ജീവജലത്തിൽ അരുളിയാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ സ്നേഹാഗ്നിജ്വാലയ എന്നിൽ കത്തിപ്പടരണമേ സ്നേഹാഗ്നിജ്വാലയ എന്നിൽ കത്തിപ്പടരണമേ ജീവജലത്തിൽ അരുളിയാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ ജീവജലത്തിൽ അരുളിയാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ സ്നേഹാഗ്നിജ്വാലയ എന്നിൽ കത്തിപ്പടരണമേ സ്നേഹാഗ്നിജ്വാലയ എന്നിൽ കത്തിപ്പടരണമേ ആത്മാവേ അഭിഷേകം ചെയ്യണമേ എന്നിൽ വാഴും ആത്മാവേ അഭിഷേകം ചെയ്യണമേ എന്നിൽ വാഴും ആത്മാവേ അഭിഷേകം ചെയ്യണമേ എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തിപ്പടരണമേ എന്നിൽ വാഴും ആത്മാവേ എന്നിൽ കത്തിപ്പടരണമേ വാഴും ആത്മാവേ അഭിഷേകം ചെയ്യണമേ എന്നിൽ വാഴും ആത്മാവേ ഹല്ലേലൂയ 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 ഞങ്ങളിൽ ജയിക്കണമേ ജയിക്കണമേ ഞങ്ങളിൽ ജയിക്കണമേ ഞങ്ങളിൽ ഞങ്ങളിലുള്ള അഭിഷേകത്തിൽ തുറക്കണമേ ഞങ്ങളുടെ വരദാനങ്ങൾ തുറക്കണമേ Come Holy Spirit. I like off here. I like Shalabala. I like Shalabala. Halabala. Halabala. Shalabala. Halabala. 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 അപ്പാവിന്റെ വരങ്ങളെ കുറിച്ച് നിങ്ങൾ അറിവുള്ളവരാകണം. ഹലബല 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 ഫെയ്ഡ് ആയിട്ടിരിക്കുകയാണ്, ബാക്ക്ഗ്രൗണ്ട് ഫെയ്ഡ് ആയിട്ടിരിക്കുന്നുണ്ട്. കുഴപ്പമില്ല അല്ലേ? ഹലബല ഹലബല ഹലബല. Come Holy Spirit, come Holy Spirit. Let the anointing of the Lord come down. യേശുവേ, പരിശുദ്ധാത്മാവേ, അഭിഷേകം തുറക്കണമേ. ഞങ്ങളിലുള്ള എല്ലാ അഭിഷേകങ്ങളും തുറക്കണമേ. ഞങ്ങളിലുള്ള എല്ലാ വരങ്ങളും തുറക്കണമേ. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഹലബല 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 ഹലബല. ആ ലൈറ്റെങ്കിലും വെക്കാം. ഹലബല 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 ഹലബല. കൈയടിച്ച് സ്തുതിക്കാം, കൈയടിച്ച് സ്തുതിച്ചു. കൈയടിച്ച് ആ ലൈറ്റിന് മാറ്റ് സാജി. ഹലബല 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 ഹലബല. ഈ ലൈറ്റ് ഇങ്ങോട്ട് മാറ്റേക്ക്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വസിക്കുന്ന ത്രിത്വൈക ദൈവമേ, ഞങ്ങളിൽ വസിക്കുന്ന അഭിഷേകത്തെ തുറക്കണമേ. രാജകീയ അഭിഷേകം തുറക്കണമേ, പൗരോഹിത്യ അഭിഷേകം തുറക്കണമേ.
പ്രവാചക അഭിഷേകം തുറക്കണമേ. ജീവിക്കും ദൈവത്തിൻ അരൂപിയെ നവ്യമായി ഞങ്ങളിൽ അരൂപിയെ നവ്യമായി ആത്മാസമായി ദാഹത്തോടെ ഇപ്പൊ തന്നെ ഞങ്ങളുടെ മാനുഷിക ചിന്തകളെ ഒരുക്കി മാറ്റണമേ. അപ്പസ്തോലന്മാരിലെ തീനാളങ്ങൾ ജ്വലിച്ച പോലെ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ഞങ്ങളിലുള്ള പിതാവിനാൽ നടാത്ത ചെടികളെല്ലാം പിഴുതു മാറ്റണമേ. ഒരിക്കൽ കൂടി നമ്മുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. വരദാനങ്ങൾ തുറക്കണമേ. Praise the Lord. Praise the Lord. ഇരിക്കാം. നമ്മൾ ഇനി ഗ്രൂപ്പ് ആകാൻ പോവുകയാണ്. ഗ്രൂപ്പ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14. ഇത് കണ്ടോ? ഈ ഫാനിന് നോക്കിയ ഫാനുകൾ കറങ്ങണുണ്ടോ? എത്ര ഫാനുണ്ട് ഇവിടെ? അവിടെ ആ ലൈനില് 1, 2, 3, 4, 5, 6, 7 ഉണ്ടോ? 7 ഫാൻ ആ ലൈനിലുണ്ട്. ഇവിടെ നടുക്ക് അപ്പൊ 7, 8, 9, 10, 11, 11. ഇവിടെ ഈ നടുക്ക് 5 ഫാൻ ഉണ്ട് അല്ലേ? ഇല്ലേ സെബാസ്റ്റ്യൻ? ശരിയല്ലേ? നടുക്ക് 5 ഫാൻ. ഇനി അപ്പോ 7, 5, 12. ഇത് കൂട്ടണ്ട. 14, 15, 16, 17, 18. ആ അവസാനത്തെ കൂട്ടില്ല 18. ഇത്രയും ഗ്രൂപ്പുകളായിരിക്കും. മനസ്സിലായോ? ഗ്രൂപ്പ് എവിടെ നിൽക്കണമെന്ന് അറിഞ്ഞൂടെ ഇപ്പൊ? മനസ്സിലായോ? 18 ഗ്രൂപ്പ് ഉണ്ടാകാൻ പോകണം നമ്മൾ. ഓക്കെ, 18 ഗ്രൂപ്പ്. 18 ഗ്രൂപ്പ് ഈ ഓരോ ഫാനിന്റെയും താഴെ വന്നിരിക്കും. ഒന്നാമത്തെ ഗ്രൂപ്പ് അവിടെ ആയിരിക്കും ഈ വശത്ത് കേട്ടോ. ഈ വശത്ത് 1 മുതൽ 1, 2, 3, 4, 5, 6, 7 ഗ്രൂപ്പ് ഇവിടെ. ഇവിടെ 8, 9, 10, 11, 11 അല്ലേ? 11, 12. 12 കഴിഞ്ഞിട്ട് ഇവിടെ 13. ഇതില്ല. 13, 14, 15, 16, 17, 18. കണ്ടോ? ഓരോരുത്തർ ഇരിക്കേണ്ട സ്ഥാനം പരിശുദ്ധാത്മാ കാണിച്ചു തന്നോ? ഓക്കെ, ഇനി ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ 1 മുതൽ 18 വരെ നിങ്ങൾ എണ്ണണം. നിങ്ങൾ ഒച്ചയിൽ എണ്ണണം. നമ്പർ ഓർത്തിരിക്കണം കേട്ടോ. ഇവിടെ നിന്നും ഈ വശത്ത് വണ്ടിക്കോ ഈ വശത്ത് വണ്ടിക്കോ ആരെങ്കിലും ഒരാൾ അവിടെ ഒന്നൊന്ന് ലീഡ് ചെയ്ത് സെബാസ്റ്റ്യൻ അവിടെ എല്ലാവരും നമ്പർ ഓർത്തിരിക്കണേ. നിങ്ങൾ ഓരോരുത്തരുടെ നമ്പർ നിങ്ങൾ ഓർത്തിരിക്കണം. 110 പേരെ ആയേ ഉള്ളൂ. 18 വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് 10 താഴെ ഗ്രൂപ്പല്ലേ വരും. എത്ര വരും? 10 താഴെയല്ലേ വരും. 18 വെച്ചാൽ നമുക്ക് 7 ഇല്ല 18 വെച്ച് വരുമ്പോ ഒരു ഗ്രൂപ്പില് 7 പേരെങ്കിലും ഉണ്ടാവും. 7-8 പേരുണ്ടാവും. അത് മതി. ഒരു ഗ്രൂപ്പിൽ 7 പേര്. അത് മതി. ഒരു ഗ്രൂപ്പില് ഈ 18 ഗ്രൂപ്പ് ആകുമ്പോ ഒരു ഗ്രൂപ്പിൽ 6-7 പേരുണ്ടാവും. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് 1 മുതൽ 18 വരെ എണ്ണ്. അവിടെ 1 മുതൽ എണ്ണ്. നിങ്ങൾ എന്നെ പറയാ. എല്ലാവരും നമ്പർ ഉച്ചത്തിൽ വിളിച്ച് പറയണം. ഓക്കെ, സ്റ്റാർട്ട്. ഓക്കെ, ഇപ്പൊ വീഡിയോ ബന്ധാക്കാൻ പോവാണ്. സ്റ്റോപ്പ് ആക്കാൻ പോവാണ്.